ഇന്ന് മഴക്കാലത്തേക്ക് പറ്റിയ കറികളും ചോറുമാണ്. നല്ല നാടൻ കുരുമുളക് രസം, പിന്നെ കൊത്തമര ഉപ്പേരി, പിന്നെ പപ്പടം വറക്കൽ നിർത്തി. പപ്പടത്തിൽ ഇന്നാളേ പപ്പടം വാങ്ങിച്ചതിൽ മുടി കിടക്കുന്നു. അതോടുകൂടി പപ്പടം വറക്കൽ നിർത്തി. അതുകൊണ്ടാണ് ഇപ്പോൾ കോവയ്ക്ക വറക്കലും ഉരുളക്കിഴങ്ങ് വറക്കലൊക്കെ തുടങ്ങിയത്. അങ്ങനെ എന്തെങ്കിലും ഒരു വറവ് വേണ്ടേ. അങ്ങനെ മീൻ പിന്നെ ഇപ്പം അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പോൾ അതിന് കൊത്തമരത്തോരനാണ് ആദ്യം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കൊത്തമര ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കടുകിട്ട് പിന്നെ പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ ഇതിൽ. അപ്പോൾ പച്ചമുളക് ഇട്ട് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഒരു സബോള ചേർത്തു. പച്ചമുളകൊക്കെ എരിവിന് ആവശ്യത്തിനുള്ളത് ചേർക്കാം കേട്ടോ. 1/2 കിലോ കൊത്തമര ആയിരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സബോള ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇത് കടായിലൊന്നും അല്ല ഉണ്ടാക്കണേ. ഇത് നമ്മൾ കുക്കറിലാണ് തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമാണ്, വേഗം ഇത് വെന്ത് കിട്ടും. അതിൻ്റെ കണ്ണാൻ്റെ ആവിയൊന്നും പുറത്ത് പോകാണ്ട് വേഗം വെന്തോളും. വെയിറ്റ് ഇടാണ്ട് വെച്ചാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇടുമ്പോഴും ഈ സബോള വേഗം മൊരിഞ്ഞോളും. കുക്കറിൽ വയ്ക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കാണ്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. അങ്ങനെ ഈ സബോളയൊക്കെ നല്ലോണം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞു വെച്ച കൊത്തമര ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം. അപ്പോൾ ഈ സമയത്തൊക്കെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, പിന്നെ ലോയിലും വെക്കണ്ട. ഒന്ന് ചൂട് ആവണ്ടേ. ഇതേ ഈ കയ്യിലുകൊണ്ട് 2 കയ്യിൽ വെള്ളം കണ്ടില്ലേ, ഇതുകൊണ്ട് 2 കയ്യിൽ വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക. കാരണം ഒട്ടും വെള്ളമില്ലാത്തതല്ലേ. കൊത്തമരയിലാണെങ്കിൽ അധികം വെള്ളമില്ല, പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണമില്ലല്ലോ. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇനി സിമ്മിലിടാം. സിമ്മിലിട്ടിട്ട് കുക്കറിൽ വെയിറ്റ് ഇടണ്ട. അങ്ങനെ ഒരു 5 മിനിറ്റ് അതിന് ഇടയ്ക്ക് ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാത്ത കാരണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാകും. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നാളികേരം ചേർത്തിട്ട് പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് നിർത്തുന്നതാണ് നല്ലത്. ചിലതിൽ മാത്രം നമ്മൾ നാളികേരം ഇട്ടിട്ട് പിന്നെ വേവിക്കുള്ളൂ. ഇതിലിപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നാളികേരം ചേർത്തിട്ട് പിന്നെ ഇളക്കി കൂട്ടി ഇറക്കി വെച്ചു. പിന്നെ അടുത്തതാണ് നമ്മുടെ നാടൻ രസം. അതിന് ആവശ്യമുള്ള ഒരു വലിയ ചെറുനാരങ്ങയുടെ അത്ര വലുപ്പത്തിൽ പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടു. അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടു. അത് നന്നായിട്ട് മുതപ്പോൾ ഈ ആദ്യം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കുക, പിന്നെ സിമ്മിലിടുക. പിന്നെ ആ ചൂടിൽ കിടന്നിട്ട് ഇതൊക്കെ ആയാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചതും പച്ചമുളകും ചതച്ച് വെച്ചതാണ് കേട്ടോ. രണ്ടും ചതച്ച് വെച്ചതാണ്, പച്ചമുളകും വെളുത്തുള്ളി. അങ്ങനെ അത് ഇട്ടിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുരുമുളക് പൊടിച്ചു 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. ഞാനിത് കുരുമുളക് രസമാണ്, കുരുമുളകാണ് അധികം ഇടുന്നത്. പിന്നെ പച്ചമുളക് ഒരു 3-4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി, കാരണം കുരുമുളകിൻ്റെ എരിവും പച്ചമുളകിൻ്റെ എരിവുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ കായം പൊടിച്ചത് കായപ്പൊടി 1/2 ടീസ്പൂൺ. അത് മുഴുവൻ കായാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് അതിലിട്ടാൽ മതി, നേരിട്ട് ഇട്ടാൽ മതി, പൊടിക്കൊന്നും വേണ്ട. ഈ ചൂടാക്കണയിലിട്ടിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് അലിഞ്ഞോളും. പിന്നെ നമ്മൾ ആ പുളി പിഴിഞ്ഞത് 1 കപ്പ് പുളിവെള്ളം കിട്ടി. ആ പുളിവെള്ളത്തിലേക്ക് പിന്നെ അതിൻ്റെ വീണ്ടും 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. അത്രയ്ക്കാണ് ഞാൻ ഈ പുളി ഇങ്ങനെ അതിൻ്റെ പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത്ര വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന പുളിയുടെ അനുസരിച്ചിട്ട് ആദ്യം പിഴിഞ്ഞ് വെക്കുക 1 ഗ്ലാസ് വെള്ളത്തിൽ. പിന്നെ അതിൻ്റെ പുളി കുറയണതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പിട്ടിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ കുക്കർ അടച്ച് വെയിറ്റ് ഇടണ്ട കേട്ടോ. സിമ്മിലിട്ടിട്ട് 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഈ പുളിയൊക്കെ നന്നായിട്ട് വെന്തോളും. പിന്നെ ഇതിൽ മല്ലിയിലയൊന്നും ചേർക്കണ്ട കേട്ടോ. കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ആവി വരുന്നത്. മല്ലിയിലയൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ ഈ രസം നല്ല സൂപ്പറാണ്. അങ്ങനെ രസം ഉണ്ടാക്കി വെച്ചിട്ട് അടുത്തത് നമ്മുടെ കോവയ്ക്ക ഫ്രൈ തന്നെ. കോവയ്ക്ക ഫ്രൈക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, പിന്നെ കടലപ്പൊടി, ഉപ്പ്, ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രം മതി. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കോവയ്ക്ക കനം കുറച്ച് അരിഞ്ഞത്, നീളത്തിൽ ആണ് ഞാൻ അരിഞ്ഞത് കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം, കനം കുറഞ്ഞാൽ മാത്രം മതി.
നീളത്തിൽ അരിഞ്ഞതിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കുക. അതിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു തുള്ളി വേണമെങ്കിൽ തെളിച്ച് കൊടുക്കാം. ഞാൻ പക്ഷേ ഒഴിച്ചില്ല, കാരണം ഈ ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ അതിൽ വെള്ളം ആവുമല്ലോ. അങ്ങനെ നന്നായിട്ട് തിരുമ്മി അതിലേക്ക് പിടിച്ച് അപ്പം തന്നെ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുത്തു. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനെ ഫുള്ള് കോട്ടിങ്ങൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ കിടന്നാൽ മതി. ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊന്നും കരിയാണ്ടിരിക്കാനാണ് ഈ അരിപ്പൊടി ചേർക്കണത്, അതുപോലെ തന്നെ കടലപ്പൊടി. അപ്പോൾ ഈ മുളക് ഇങ്ങനെ എണ്ണയിൽ കിടക്കുമ്പോൾ കരിഞ്ഞു പോവില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പൊടികൾ ചേർക്കാണ്ടിട്ടുണ്ടെങ്കിൽ ഈ മുളക് പൊടി വേഗം കരിഞ്ഞു പോവും. ഇതങ്ങനെ പോവില്ല. അങ്ങനെ 5 മിനിറ്റ് മതി കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്താൽ ഈ കോവയ്ക്ക ഫ്രൈ റെഡിയായി. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് നല്ല കുശാലായി.